നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുകേഷിന് കാര്യമായി ചികിത്സിക്കേണ്ട ഒരു ഞരമ്പ് രോഗമാണ് നിലവിലുള്ളത്. ചികിത്സിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള പരിഹാസമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇപ്പോൾ ഉയർത്തുന്നത്. അതുകൂടാതെ തൃശൂരിൽ പൂരം കലക്കിയത് അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണെന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലും മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. മുകേഷിനെതിരെ അങ്ങനെ അതിരൂക്ഷ വിമർശനവുമായി തന്നെയാണ് കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. മുകേഷിനെ കാര്യമായി ചികിത്സിക്കേണ്ട ഞരമ്പ് രോഗമുണ്ടെന്നും ചികിത്സ നൽകേണ്ടതിന് പകരം മുകേഷിനെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതെന്നുമാണ് മുരളീധരന്റെ വിമർശനം. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെ ADGP MR അജിത് കുമാർ ആണെന്നും അദ്ദേഹം ഇതോടൊപ്പം കുറ്റപ്പെടുത്തി. BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഒരു നാടകം തന്നെയായിരുന്നു അത്. ആ നാടകത്തിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകൾ. കഴിഞ്ഞ ഏപ്രിൽ 17-ാം തീയതി താൻ ഇത് തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. കരുവന്നൂർ വിഷയത്തിൽ അടക്കം ഭയന്നായിരുന്നു CPM അങ്ങനെ ഒരു നീക്കം നടത്തിയത്. പക്ഷേ ആ കേസിൽ പ്രതികൾ CPMകാരാണ്. കേന്ദ്ര അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. ആ വിഷയത്തെ ഒത്തുതീർപ്പാക്കാനായിരുന്നു സുരേഷ് ഗോപിയെ CPM കൈയയച്ച് സഹായിച്ച് വിജയിപ്പിച്ചത്. ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് BJPയെ സഹായിച്ചതെന്നും പൂരം കലക്കിയ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുരളീധരൻ മാത്രമല്ല, LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും സമാനമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്നാണ് CPI നേതാവ് VS സുനിൽകുമാർ ആരോപണം ഉയർത്തിയത്. ഇതിന് പിന്നാലെയാണ് മുരളീധരനും ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് ആ പൂരം കലക്കിയത്. പകൽ സമയത്ത് പ്രശ്നമൊന്നും തന്നെ ഇല്ലായിരുന്നു. രാത്രി പൂരമാണ് നിർത്തിയത്. പിന്നാലെ BJP സ്ഥാനാർത്ഥി സേവാഭാരതിയുടെ ആംബുലൻസിൽ സംഭവ സ്ഥലത്തെത്തി. RSS നേതാക്കൾക്കൊപ്പമാണ് BJP സ്ഥാനാർത്ഥി വന്നത്. പൂരം കലക്കിയത് യാദർശികമായ ഒരു സംഭവമേ അല്ല. പോലീസ് മാത്രമല്ല, പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും അതിൽ പങ്കുണ്ട്. അന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണം. രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ ആരാണ് തീരുമാനിച്ചത്? പൂരം കലക്കിയത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല. പക്ഷേ പൂരം കലങ്ങിയതിന് ഇരയാക്കപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് താനെന്നും സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയെ രാത്രി ആംബുലൻസിൽ എത്തിച്ചത് ഒട്ടും യാദർശികമായ സംഭവമല്ല. അതിന് പിന്നിൽ ആരാണെന്നുള്ള അന്വേഷണ റിപ്പോർട്ടാണ് പോലീസ് പുറത്തുവിടേണ്ടത്. ഇങ്ങനെ ഒരു ആവശ്യമാണ് സുനിൽകുമാറും ഉന്നയിക്കുന്നത്. സുനിൽകുമാറും അതുപോലെ തന്നെ മുരളീധരനും ശരിക്കു പറഞ്ഞാൽ CPMനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.